മാം, എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് UGC നെറ്റ്? അപ്പം മാമിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഏത് രീതിയിലുള്ള സ്റ്റഡി സ്ട്രാറ്റജിയാണ് മാഡം യൂസ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ക്രാക്ക് ചെയ്യാൻ സാധിച്ചതെന്ന് പറഞ്ഞു തരാമോ? ഈ ഒരു ഡിഫിക്കൽറ്റി ലെവൽ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ നമുക്കൊരു 6% മാത്രം കുട്ടികൾ ക്വാളിഫൈ ആയി പോകുന്നത്. അപ്പം ആ ഒരു ഡിഫിക്കൽറ്റി ലെവൽ എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട് UGC നെറ്റിൽ? നമസ്കാരം, ഏവർക്കും സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു പോഡ്കാസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് 2025 JRF ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫെബിൻ ആസിയ എന്ന വിദ്യാർത്ഥിയാണ്. UGC നെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എന്തൊക്കെയാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ മാം, വെൽക്കം. മാം, എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് UGC നെറ്റ്? അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഒരുപക്ഷെ ഇത് എന്താണെന്ന് അറിയില്ലായിരിക്കാം. അപ്പം ആർക്കൊക്കെയാണ് ക്വാളിഫൈഡ് ആകുന്നത്, ആർക്കൊക്കെ ഇത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും, അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞാൽ എന്ത് ജോലിയാണ് ഇവർക്ക് കിട്ടുന്നത്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം മാം JRF ക്വാളിഫൈഡ് ആണ്. സോ എന്താണ് UGC നെറ്റ് മാഡം? കോളേജ് ലെവൽസിൽ അല്ലെ യൂണിവേഴ്സിറ്റി ലെവൽസിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് UGC നെറ്റ് എന്ന് പറയുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NT ആണിത് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന PG ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജസിൽ നിന്നും PG, ഇനി അത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 55% മാർക്കോട് കൂടി പാസ്സായവരായിരിക്കണം. ഇനി OBC SC ST അതർ കാറ്റഗറീസ് ആണെങ്കിൽ 50% കൂടിയാണ് പാസ്സാവേണ്ടത്. ഓക്കെ മാഡം, ഈ UGC നെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം മാം പറഞ്ഞല്ലോ, ഇപ്പം സെക്കൻഡ് ഇയർ ഓഫ് MCOM പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പം ഇതിന്റെ പ്രിപ്പറേഷൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യേണ്ടത് സെക്കൻഡ് ഇയറിലാണോ? നമ്മൾ PG ഇതിന്റെ എക്സാം നമ്മുടെ സിലബസ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഗ്രി PG എന്താണോ പഠിച്ചത് ആ ഒരു PG ലെവലിൽ നിന്നുള്ള എക്സാം ആയിരിക്കും വരുന്നത്. നമ്മൾ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഡീപ്പ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ PG പഠിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് സെൽഫ് സ്റ്റഡി നടത്തി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് UGC നെറ്റ് എക്സാം. നമ്മളിപ്പം പലപ്പോഴും കണ്ടിട്ടുണ്ട് മക്കളെ, ഒരു വർഷത്തിൽ 100 പേര് എഴുതുന്നുണ്ടെങ്കിൽ അതിൽ 6 പേർക്ക് മാത്രമാണ് UGC നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നത്, അല്ലേ മാഡം? അതുപോലെ തന്നെ 1% കുട്ടികൾക്ക് മാത്രമാണ് JRF ക്ലിയർ ചെയ്യുന്നത്. ഇപ്പം മാഡം 2025 JRF ക്ലിയർ ചെയ്തതാണ്. അപ്പം മാമിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഏത് രീതിയിലുള്ള സ്റ്റഡി സ്ട്രാറ്റജിയാണ് മാഡം യൂസ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ക്രാക്ക് ചെയ്യാൻ സാധിച്ചതെന്ന് പറഞ്ഞു തരാമോ? നമുക്ക് സെൽഫ് സ്റ്റഡി കൊണ്ട് തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാനൊരു 6 months ഇതിനു വേണ്ടി തന്നെ പ്രിപ്പറേഷന് വേണ്ടി തന്നെ മാറ്റി വെച്ചിരുന്നു. PYQ ബേസ്ഡ് രീതിയിലായിരുന്നു ഞാൻ ഓരോ PYQs നോക്കി അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി, എന്താണ് വരുന്നതെന്ന് മനസ്സിലാക്കി ആ ഒരു രീതിയിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, ഒരു ഡീപ്പ് ലേണിംഗ് നമുക്ക് ഇതിന് ആവശ്യമാണ്. സോ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം അസേർഷൻ റീസണിംഗ് ബേസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ആയിരിക്കാം, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിന് കൂടുതൽ വരുന്നത്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ പലർക്കും ഉള്ളൊരു ചോദ്യമായിരിക്കും ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അപ്പോൾ എൻ്റെ അടുത്ത ക്വസ്റ്റ്യനും അതാണ് മാം, ഇതിൻ്റെ എക്സാം പാറ്റേൺ, ഇപ്പോൾ പേപ്പർ 1 പേപ്പർ 2 എന്ന് പറഞ്ഞ് 2 പേപ്പറുകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ എക്സാമിൻ്റെ പാറ്റേൺ, ഇതിൻ്റെ സിലബസിൻ്റെ ഒരു സ്ട്രക്ചർ, അല്ലെങ്കിൽ പല ഇപ്പോൾ UGC നെറ്റ് കോമേഴ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം കോമേഴ്സിൽ വരുന്ന മെയിനായിട്ടുള്ള സബ്ജക്റ്റ് ആൻഡ് പേപ്പേഴ്സ് എങ്ങനെയാണ്, അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നൊന്ന് പറയാമോ? പേപ്പർ 1 എന്ന് പറയുന്നത് ജനറൽ പേപ്പറാണ്, കോമൺ ആയിട്ടുള്ള പേപ്പറാണ്, എല്ലാവർക്കും ഒരേപോലെ തന്നെ ആപ്ലിക്കബിൾ ആണ്. പേപ്പർ 2, എൻ്റെ പേപ്പർ 2 നമ്മൾ ഏതാണോ PGക്ക് പഠിക്കുന്നത് അതാണ് നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ പേപ്പർ 2 എന്ന് പറയുന്നത് കൊമേഴ്സ് ആണ്. പേപ്പർ 1 എന്ന് പറയുന്നത് 50 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരിങ് 2 മാർക്സ് ആണ്. അങ്ങനെ 100 മാർക്കാണ് പേപ്പർ 1-ന് വരുന്നത്. ആൻഡ് 10 മോഡ്യൂൾസ് ആണ്. പേപ്പർ 1-ന് 10 മോഡ്യൂൾസ് ആണുള്ളത്, പേപ്പർ 2-നും 10 മോഡ്യൂൾസ് ആണുള്ളത്. ആൻഡ് പേപ്പർ 2 എന്ന് പറയുമ്പോൾ 100 ക്വസ്റ്റ്യൻസ് വരും. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്സ് വീതം, അങ്ങനെ 200 മാർക്സ്. പേപ്പർ 1-ന് 100 മാർക്സും പേപ്പർ 2-ന് 200 മാർക്സും, ടോട്ടലി 300 മാർക്സിലാണ്
എക്സാം വരുന്നത്. അപ്പം 300 മാർക്ക് 3 മണിക്കൂർ ഡ്യൂറേഷൻ അല്ലേ? CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് വരുന്നത്. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക, CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. 2 പേപ്പേഴ്സ് ആണുള്ളത്. സോ ഫസ്റ്റ് പേപ്പർ ഒരു ജനറൽ പേപ്പർ ആണ് വരുന്നത്, കോമൺ പേപ്പർ ആണ്. ദെൻ സെക്കൻഡ് പേപ്പർ ആണ് നമ്മുടെ സബ്ജക്ട് ബേസ്ഡ് പേപ്പർ, മെയിൻ സബ്ജക്ട്. അതെ, അപ്പൊ ഫസ്റ്റ് പേപ്പറിന് 100 മാർക്കിനായിരിക്കും എക്സാം. ദെൻ സെക്കൻഡ് പേപ്പറിന് വരുന്നത് 200 മാർക്കിനും. അത് ടോട്ടൽ 300 മാർക്സ്, 3 hours എക്സാം അല്ലേ മാഡം? ഓക്കെ മാം, ഇതിന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ, എക്സാമിന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ, എന്ത് കാരണം പറഞ്ഞാലും ഈ ഒരു ഡിഫിക്കൽട്ടി ലെവൽ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ നമുക്കൊരു 6% മാത്രം കുട്ടികൾ ക്വാളിഫൈ ആയി പോകുന്നത്. അപ്പം ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട് UGC നെറ്റിൽ? ഒരു മോഡറേറ്റ് ലെവലാണ് എക്സാം വരുന്നത്. എന്നിരുന്നാൽ പോലും ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് കൊമേഴ്സിനൊക്കെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് എഴുതുന്ന സബ്ജക്ട് കൊമേഴ്സ് ഒക്കെയാണ്. അതുപോലെ തന്നെ പിന്നെ നാഷണൽ ലെവൽ എക്സാം ആണ്, ഓൾ ഇന്ത്യ ലെവൽ നടക്കുന്ന ഒരു എക്സാം ആണ്. അതിൻ്റെതായ ഒരു ഡിഫിക്കൽട്ടി ലെവൽ എക്സാമിന് തീർച്ചയായിട്ടും എക്സാമിന് വരുന്നതാണ്. ഓക്കെ മാഡം, ഇനി എല്ലാവർക്കും അറിയേണ്ട വേറൊരു കാര്യമാണ്, ഇതിന്റെ കട്ട് ഓഫ് നിശ്ചയിക്കുന്നത് എന്ത് രീതിയിലാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ കുറവ് സെലക്ട് ചെയ്യപ്പെടുന്നത് എന്നുണ്ടായിരിക്കുമല്ലോ. അപ്പം ഓരോ വർഷത്തെയും കട്ട് ഓഫ് ഡിഫറെൻ്റ് ആയിരിക്കുമോ, അതോ ഒരു പെർട്ടിക്കുലർ കട്ട് ഓഫിന് തന്നെ ബേസ് ചെയ്തായിരിക്കുമോ UGC നെറ്റും JRFും വിളിക്കുന്നത്? ഇല്ല, പർട്ടിക്കുലർ കട്ട് ഓഫ് ഇല്ല. ഓരോ തവണത്തെ എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവലും പിന്നെ നമ്പർ ഓഫ് ആപ്ലിക്കൻസും എത്ര എഴുതി എന്നുള്ളതിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ കട്ട് ഓഫ്. ഓരോ തവണയും കട്ട് ഓഫ് ഡിഫറെൻ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഇംഗ്ലീഷ്, കൊമേഴ്സ് സബ്ജക്റ്റുകളിലൊക്കെ കട്ട് ഓഫ് വളരെ ഹൈ ആയിരിക്കും. ഇപ്പം ഈ ഒരു 300 മാർക്സിൽ 200+ കിട്ടുന്ന ഒരാൾക്ക് മാത്രമേ കൊമേഴ്സ് ഒക്കെ ആണെങ്കിൽ, അതിപ്പം ജനറൽ കാറ്റഗറി ആണ്, അതിന് മുകളിൽ പോകും. അതെ, ഇപ്പം ബാക്കിയുള്ള OBC-കാർക്കൊക്കെയാണ് ഒരു 200+ ഉറപ്പായിട്ട്. ആർക്കാണെങ്കിലും 200+ ഉള്ള ഒരാൾക്ക് മാത്രമേ JRF ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ മക്കളെ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. അപ്പൊ മിനിമം ഒരു 200 മാർക്കിൽ കൂടുതൽ, 300 മാർക്കിൽ 200 മാർക്കിൽ കൂടുതൽ നിങ്ങൾ അറ്റൈൻ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് JRFിൽ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം ഇതൊരു ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സ് അല്ല. മാഡം പറഞ്ഞതുപോലെ വളരെ ശ്രദ്ധയോടുകൂടി വളരെ ഡീപ്പായിട്ട് നമ്മൾ പഠിച്ച് PYQ ഒക്കെ അനലൈസ് ചെയ്ത് പോയെങ്കിലേ നമുക്കിത് പറ്റുള്ളൂ. മാഡം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പം നമ്മൾ പഠിക്കാൻ വേണ്ടി കുട്ടികൾ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഫീസ് എന്ന് പറയുന്നത് ഭയങ്കര ഭീമമായ തുകയായിട്ട് വരുന്നത് കൊണ്ട് പലപ്പോഴും വിദ്യാർത്ഥികൾ ഞാനിപ്പം MCOM വരെ പഠിച്ചല്ലോ, ഇനി എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാം എന്ന് വിചാരിച്ച് ഒരു വർഷം സ്പെൻഡ് ചെയ്യാനില്ലാതെ അങ്ങനെ പോകുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പം മാഡത്തിൻ്റെ ഒരു ലൈഫിൽ നിന്ന് ഞാൻ ചോദിക്കുന്ന ഇതാണ്, എന്തുകൊണ്ടാണ് മാഡം ഒരു 1 year സ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു 6 months മാഡം സ്പെൻഡ് ചെയ്തിട്ടാണല്ലോ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത്? സോ വാട്ട് ഈസ് യുവർ മോട്ടിവേഷൻ? എനിക്കപ്പം ഫസ്റ്റ് ഞാൻ PG ലെവൽ PG ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ക്വാളിഫൈ ചെയ്തിരുന്നു നെറ്റ്. അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു റിസർച്ച്, ആ ഒരു ഫീൽഡിലേക്ക് പോവുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ JRF കിട്ടിയാലുള്ള നമുക്ക് ആരുടെ അഡ്വാൻറ്റേജും അത് വേറെയുണ്ട്. അങ്ങനെ ഞാൻ PG ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം മനസ്സിലായി, നമുക്ക് രണ്ടും കൂടെ കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുള്ള ഒരു പഠനം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. 6 months ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ക്വാളിഫൈ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് 3 തവണ വീണ്ടും നെറ്റ് ഒന്നും നമുക്ക് കിട്ടിയാൽ വളരെ എളുപ്പമാണ്. വീണ്ടും 3 തവണ ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്തു. ദെൻ 4ാമത്തെ തവണയാണ് നെറ്റ് പ്ലസ് JRF എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്താനായിട്ട് സാധിച്ചത്. പൊരുതി നേടിയ ഒരു വിജയമാണ്. അതായത് ഒരു പ്രാവശ്യം UGC നെറ്റ് പാസ്സായി, വീണ്ടും 3 തവണ പാസ്സായി. എന്നിട്ട് മാഡം കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വളരെ ഡീപ്പായിട്ട് പഠിച്ചത് കൊണ്ടാണ് 4ാമത്തെ പ്രാവശ്യം JRF ഉൾപ്പെടെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചത്. മക്കളെ, മീറ്റ് ഫെബിൻ. സോ ഫെബിൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എക്സാമ്പിൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റഡി, പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി ആൻഡ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസ് ഇവർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് നമുക്ക് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, അല്ലേ മാഡം? അപ്പം പുതുതായിട്ട് UGC നെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം എക്സാം കഴിയുന്ന ഒരു സമയം കൂടിയാണ്, MCOMന് എക്സാം കഴിയുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ പുതിയ കുട്ടികൾ ഇപ്പം MCOM ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയമാണ്. അപ്പം മാഡം ഈ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട അഡ്വൈസ്, ഇപ്പം മാമിന് ഇവരോട് പറയാനുള്ളത് എന്താണ്? ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആണ്. നമുക്കിപ്പോൾ സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് പറ്റുന്ന കാര്യമല്ല. സോ എന്താണ്, നമുക്ക് അതിന്റെ ഓരോ കോൺസെപ്റ്റുകളും, പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് PYQs അനലൈസ് ചെയ്യുക, ദെൻ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പഠനം അതിന് അത്യാവശ്യമാണ്.
അതാണ് നമുക്ക് കീ ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പഠനം നമുക്ക് അത്യാവശ്യമാണ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫെബിൻ മാം. നമ്മുടെ ഈ പോഡ്കാസ്റ്റ് സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മക്കളെ. UGC നെറ്റ് കോമേഴ്സിലേക്ക് സഹകാരിയിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫെബിൻ മാഡം ആണ് നമ്മുടെ കൂടെ ഉള്ളത്. മാമും നമ്മുടെ കൂടെ കോഴ്സിൽ നമ്മളെയൊക്കെ മെന്റർഷിപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ മാഡത്തിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ് ആൻഡ് അച്ചീവ് യുവർ ഡ്രീംസ് ആൻഡ് അച്ചീവ് യുവർ ഗോൾസ്. UGC നെറ്റ് JRF ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദ പോഡ്കാസ്റ്റ് മാം.